ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ചിന്നസ്വാമിയിൽ വീണ്ടും പരാജയപ്പെട്ട് RCB. മഴ മൂലം 14 ഓവറുകളായി വെട്ടിച്ചുരുക്കിയ മത്സരത്തിൽ 5 വിക്കറ്റുകൾക്കാണ് പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ പരാജയപ്പെടുത്തിയത്. എവേ മത്സരങ്ങളിൽ മികച്ച ഫോമിൽ തുടരുന്ന 4 മത്സരവും വിജയിച്ച RCBയുടെ ചിന്നസ്വാമിയിലെ മൂന്നാമത്തെ തുടർച്ചയായ തോൽവിയാണിത്. തങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ ഇതുവരെ ഒരു മത്സരം പോലും ജയിക്കാൻ അവർക്കായിട്ടില്ല. എൻ്റെ അഭിപ്രായത്തിൽ അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണുള്ളത്. അതിലൊന്നാമത്തേത് ടോസ് തന്നെയാണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യം ബാറ്റ് ചെയ്ത ടീമിനെ സംബന്ധിച്ച് എത്ര ക്രൂവലായിട്ടുള്ള ഗ്രൗണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ആദ്യം ബാറ്റ് ചെയ്ത് ഒരു 220 230 റൺസ് എടുത്താൽ പോലും അവസാന പന്ത് എറിയുന്നത് വരെ ആ സ്കോർ ചിന്നസ്വാമിയിൽ സേഫ് അല്ല. പിന്നെ ഈ സീസണിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ ചിന്നസ്വാമിയിൽ കണ്ടുവരുന്ന ഒരു ട്രൂ സ്ട്രോക്ക് മേക്കിംഗ് വിക്കറ്റ് അല്ല ഇത്തവണ കിട്ടുന്നത്. ബാറ്റിങ്ങിന് കുറച്ച് ടഫായ പിച്ചാണ് ഈ 3 മത്സരങ്ങളിൽ നമ്മൾ കണ്ടത്. ഒരു അറ്റാക്കിംഗ് മൈൻഡ് സെറ്റുമായി ഒരു 200+ ടോട്ടൽ ലക്ഷ്യം വെച്ചിറങ്ങിയ RCBക്ക് ആദ്യ 2 മത്സരങ്ങളിലും 170 പോലും കടക്കാനായില്ല. ഇപ്പൊ ഈ മത്സരം 14 ഓവറുകളായി ചുരുങ്ങിയപ്പോൾ RCBക്ക് കണ്ടെത്താനായത് 95 റൺസാണ്. അതും ടിം ഡേവിഡിന്റെ ഒരു മികച്ച അർദ്ധ സെഞ്ചുറി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു സ്കോറിലെങ്കിലും RCBക്ക് എത്താനായത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാരണം പ്രകടമായിട്ട് വരുന്നത്, RCB ബാറ്റേഴ്സിന്റെ അപ്രോച്ച്. കഴിഞ്ഞ 2 മത്സരങ്ങളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഒരു ഫുൾ ഓൺ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റിലാണ് RCB ബാറ്റേഴ്സ് വരുന്നത്. അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ ചരിത്രം തന്നെയാണ്. അതായത് ഒരു പാർ സ്കോർ എത്രയാണെന്ന് കൃത്യമായി നിർവചിക്കാൻ RCB ബാറ്റേഴ്സിന് ആവുന്നില്ല. ആ ഒരു ഫുൾ ഓൺ അറ്റാക്കിംഗ് മൈൻഡ് സെറ്റ് കാണുമ്പോൾ അവരുടെ ഒരു ലക്ഷ്യം ഒരു 220 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 200 ഒക്കെയാണെന്ന് നമുക്ക് തോന്നും. എന്നാൽ പിച്ച് അത്തരത്തിൽ എളുപ്പത്തിൽ ഒരു 200+ സ്കോർ ചെയ്യാൻ കഴിയുന്നതാണോ? ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചാലല്ല. ഇപ്പോൾ ആദ്യ മത്സരം എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സിറാജിന്റെയും പ്രസിദ്ധ് കൃഷ്ണയുടെയൊക്കെ സ്വിങ്ങിന് മുന്നിൽ RCB പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ രണ്ടാമത്തെ മത്സരത്തിലാണെങ്കിൽ സ്പിന്ന് വെച്ചിട്ട് DC RCB റെസ്ട്രിക്ട് ചെയ്തു. ഇപ്പോൾ ഈ 2 മത്സരങ്ങളിലും ഈ ക്രോസ് ബാറ്റഡ് ഷോട്ട്സ് വളരെ ഡേഞ്ചറസ് ആയിരുന്നു. ഈ ഒരു സർഫസിൽ ക്രോസ് ബാറ്റഡ് ഷോട്ട്സ് കാരണം പോയ വിക്കറ്റുകൾക്ക് കൈയും കണക്കില്ല. ഇപ്പോൾ RCB നിരയിൽ മാത്രമല്ല, ആ മത്സരത്തിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, DCക്കെതിരായിട്ടുള്ള മത്സരത്തിൽ ഡുപ്ലസിയുടെ വിക്കറ്റായാലും അഭിഷേക് പോറാലിന്റെ വിക്കറ്റായാലും എല്ലാം ക്രോസ് ബാറ്റഡ് ഷോട്ട്സ് കളിച്ചിട്ട് പോയതാണ്. ഇപ്പോൾ ഇന്നലത്തെ മത്സരം നോക്കിയാൽ RCB നിരയിൽ പുള്ളി ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് പോയ വിക്കറ്റുകൾ 3 എണ്ണമാണ്. ഫിൽ സോൾട്ട്, വിരാട് കോഹ്ലി, കൃണാൽ പാണ്ഡ്യ. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് ഒരു ക്രോസ് ബാറ്റഡ് ഷോട്ടും ശ്രമിച്ചാണ് ലിവിങ്സ്റ്റൺ പുറത്താവുന്നത്. ഇന്നലത്തെ പിച്ചിനെ പറ്റി പറയുമ്പോൾ കുറച്ച് ടാക്കി ആയിരുന്നു, 2 പേസ്ഡ് ആയിരുന്നു. അത് മാത്രമല്ല, നല്ല ഹൈറ്റ് ഉള്ള ബോളേഴ്സിന് ഒരു സ്റ്റീപ്പ് ബൗൺസ് ആണ് കിട്ടുന്നത്. ഇപ്പോൾ അർഷദീപ് നന്നായിട്ട് എറിഞ്ഞു, മാർക്ക് യാൻസൺ നന്നായിട്ട് എറിഞ്ഞു. അതുപോലെ തന്നെ RCB നിരയിൽ ഹേസൽവുഡ് പഞ്ചാബ് ബാറ്റേഴ്സിനെ വെള്ളം കുടിപ്പിച്ചു. അതായത് ഹേസൽവുഡിന്റെ ഒക്കെ ഹൈറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റീപ്പ് ബൗൺസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടാണ് ഹേസൽവുഡ് ഒക്കെ പന്തെറിഞ്ഞത്. അപ്പോൾ അങ്ങനെ വരുന്ന പിച്ചുകളിൽ ഇപ്പോൾ ക്രോസ് ബാറ്റഡ് ഷോട്ട്സ് കളിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നതിന് തുല്യമാണ്. വിക്കറ്റ് എപ്പോൾ വേണമെങ്കിലും പോവാം. അപ്പോൾ അങ്ങനെ അവരുടെ അപ്രോച്ചിലൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ക്രൂവൽ ഹിസ്റ്ററി തന്നെയാണ്. എന്നിരുന്നാലും നമ്മൾ ചില മത്സരങ്ങളിൽ സൺറൈസേഴ്സിൻ്റെ കാര്യം പറയുന്നത് പോലെ ഒന്ന് പിച്ച് അനലൈസ് ചെയ്തിട്ട് ആദ്യത്തെ മനസ്സിലുള്ള സ്കോർ തന്നെ ആയിരിക്കണം എന്നില്ല അവിടുത്തെ ഒരു പാർ സ്കോർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ പഞ്ചാബിന് 5 വിക്കറ്റുകൾ പോയി. ഇപ്പോൾ 14 ഓവറിൽ ഒരു 120 130 റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ മത്സരം ഒന്നുകൂടി കോമ്പറ്റീറ്റീവ് ആയനെ. ബോളേഴ്സിനെ റെസ്പെക്ട് ചെയ്തിട്ട് തങ്ങൾക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ബോളേഴ്സിനെ ചൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പിച്ചുകളിൽ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇങ്ങനെ ഡിഫിക്കൽട്ടായിട്ടുള്ള സർഫസുകളിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പം നമ്മളിപ്പം ആദ്യത്തെ മത്സരം നോക്കിയാലും രണ്ടാമത്തെ മത്സരം നോക്കിയാലും RCBയുടെ ബോളിങ്ങിനെ വലുതായിട്ട് കുറ്റം പറയാനൊന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ മത്സരം നോക്കിയാലും RCB ബോളിങ്ങിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ബാറ്റേഴ്സ് കാരണം തന്നെയാണ് ഈ 3 മത്സരങ്ങളും തോറ്റത്. ഇന്നലെ നമ്മൾ പഞ്ചാബ് ചേസ് ചെയ്ത് നോക്കൂ, അവർക്ക് വിക്കറ്റ് നഷ്ടമായി. ഹേസൽവുഡിനെ അടിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ അവർ കൃത്യമായിട്ട് അടിക്കേണ്ട ബോളേഴ്സിനെ ടാർഗറ്റ് ചെയ്തു. ഇനി എത്രയൊക്കെ പിച്ച് ടഫാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു മാച്ചിൽ അല്ലെങ്കിൽ ഒരു ബാറ്റിംഗ് ഇന്നിങ്സിൽ 1 2 അല്ലെങ്കിൽ 2 3 ഓവറുകൾ നമുക്ക് ബോളേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ബാക്കിയുള്ള ഓവറുകൾ കുറച്ചൊന്ന് മിതത്വം പാലിക്കേണ്ടി വന്നാലും നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നലെ നമ്മുടെ ടിം ഡേവിഡ് പ്രോപ്പറായിട്ട് നമ്മുടെ ഹർപ്രീത് ബ്രാറിനെ ടാർഗറ്റ് ചെയ്തു. അപ്പോൾ അതുപോലെ ഇപ്പം തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചാബ് ബാറ്റേഴ്സ് സുയാഷ് ശർമ്മയെ ടാർഗറ്റ് ചെയ്തു ആ ഒരു ഓവറിൽ. ഇപ്പോൾ കുറച്ചൊന്ന് സ്ലോ ആയാലും നമുക്ക് വേണ്ട ബോളേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്ത് സ്കോർ ഉയർത്താൻ കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫിക്കൽട്ട് കണ്ടീഷൻസ് ആണ് വരുന്നതെങ്കിൽ കുറച്ചൊരു ഓൾഡ് സ്കൂൾ ടെംപ്ലേറ്റിലേക്ക് മാറുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടോസ് ക്രൂഷ്യലാണ്. കാരണം ഒരു പാസ് സ്കോർ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ അത്ര എളുപ്പമല്ല, പ്രത്യേകിച്ച് ഇതുപോലൊരു പിച്ചിൽ. പിന്നെ അതുപോലെ ഈ ഒരു അപ്രോച്ച്, ഒരു ഫുൾ ഓൺ അറ്റാക്കിംഗ് അപ്രോച്ചൂടെ വരുമ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ കണ്ടീഷൻസ് ഓഫേർഡ് വരുമ്പോൾ കുറച്ച് പ്രശ്നമാകും കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് RCB ഇവിടെ 3 മത്സരങ്ങളും തോറ്റുപോയത്. പിന്നെ ഇതേവരെ ഒരു ടോസ് പോലും നേടാനായില്ല. അതും ഒരു കാര്യമാണ്. ഇനി നമ്മൾ പെർഫോമൻസസിലേക്ക് വന്നു കഴിഞ്ഞാൽ RCBയുടെ ബാറ്റിംഗ് നമുക്കറിയാം. 2 അക്കം കടക്കാനായത് ടിം ഡേവിഡിനും രജിത് പട്ടിദാറിനും മാത്രമാണ്. ടിം ഡേവിഡാണ് മാൻ ഓഫ് ദ മാച്ച്. മത്സരം തോറ്റെങ്കിലും ഈ ഒരു ഡിഫിക്കൽട്ട് പിച്ചിൽ ഹാഫ് സെഞ്ചുറി അടിച്ച ടിം ഡേവിഡാണ് മാൻ ഓഫ് ദ മാച്ച്. വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഇന്നിങ്സ് ആയിരുന്നു. പ്രോപ്പറായിട്ട് പേസ് ചെയ്തു. ആദ്യം കുറച്ച് ടൈം എടുത്തിട്ട് അവസാനം അറ്റാക്ക് ചെയ്യേണ്ട ബോളർമാരെ കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്തു. ബാക്കി എല്ലാവരും സിംഗിൾ ഡിജിറ്റ് സ്കോറിലാണ് പോയത്. ബോളിംഗിൽ നമ്മുടെ മാർക്ക് യാൻസൺ 3 ഓവറിൽ 10 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 2 വിക്കറ്റ് എടുത്തു. ചഹൽ വീണ്ടും ഫോമിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിന് മുമ്പ് വരെ
നന്നായിട്ട് അടി വാങ്ങിയിരുന്ന പ്രോപ്പറായിട്ട് വിക്കറ്റ് എടുക്കാതിരുന്ന ചഹൽ കഴിഞ്ഞ മത്സരം കൊണ്ട് ഫോമിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. ആ പേസ് കുറച്ച് ലൂപ്പി ആയിട്ടുള്ള ബോൾസ് എറിഞ്ഞ് വിക്കറ്റ് ഇടാൻ ചഹൽ തുടങ്ങി കഴിഞ്ഞു. ചഹൽ 3 ഓവറിൽ 11 റൺസ് മാത്രം കൊടുത്ത് 2 വിക്കറ്റ്. പിന്നീട് അർഷദീപ്, ഹർപ്രീത് 2 വിക്കറ്റ് ഇട്ടു. ബാട്ട്ലറ്റ് 1 വിക്കറ്റ് ഇട്ടു. ഇനി നമ്മൾ പഞ്ചാബിന്റെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ നെഹാൽ വധേരയാണ് അവരുടെ കളി ജയിപ്പിച്ചത്. പ്രോപ്പറായിട്ട് ഇപ്പോൾ സുയാഷിനെ അറ്റാക്ക് ചെയ്തു. അപ്പോൾ ബാക്കിയുള്ള സൈഡിൽ വിക്കറ്റ് വീണിട്ടുണ്ട്. ആർക്കും ആ ഒരു ഇമ്പാക്ട് ഇന്നിങ്സ് കളിക്കാൻ പറ്റിയിട്ടില്ല. പ്രിയാൻ ഷാരി 16 എടുത്തു, അതുപോലെ പ്രസിമ്രൻ 13, ശ്രേയസ് അയ്യർ 7, ഇംഗ്ലീഷ് 14. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ടീമിൽ ആ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഇന്നിങ്സ് കളിച്ചത് നെഹാൽ വധേരയാണ്. പ്രോപ്പറായിട്ട് അറ്റാക്ക് ചെയ്യേണ്ടവരെ അറ്റാക്ക് ചെയ്ത് കളിച്ചു. ബോളിംഗ് വന്നു കഴിഞ്ഞാൽ ഇവിടെ പറയേണ്ടത് ഹേസൽവുഡ് 3 ഓവറിൽ 14 റൺസ് മാത്രം കൊടുത്ത് 3 വിക്കറ്റ് എടുത്തു. അതുപോലെ ഭുവനേശ്വർ കുമാർ 3 ഓവറിൽ 26 റൺസ് കൊടുത്ത് 2 വിക്കറ്റ് ഇട്ടു. ഇപ്പോൾ ഇവർ രണ്ടുപേരാണ് RCBക്ക് വേണ്ടി വിക്കറ്റ് എടുത്തത്. പിക്ക് ഓഫ് ദ ബോളേഴ്സ് ജോഷ് ഹേസൽവുഡ് തന്നെയാണ്. ഇപ്പോൾ ഞാൻ കൂടുതലായിട്ട് സ്റ്റാറ്റ്സിലോട്ടോ അല്ലെങ്കിൽ ഈ മത്സരത്തിനുള്ളിൽ നടന്ന കാര്യങ്ങളിലോട്ടോ പോകുന്നില്ല. അത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ RCBക്ക് ഓൾറെഡി ഇപ്പം 3 മത്സരം ഹോമിൽ തോറ്റു കഴിഞ്ഞു. ഇനി 4 മത്സരങ്ങൾ കൂടിയാണുള്ളത്. ഇപ്പോൾ RCBയുടെ ഫിക്സ്ചർ അനുസരിച്ച് അവസാന 4 മത്സരങ്ങളിൽ 3 എണ്ണവും ഹോം മാച്ചസ് ആണ്. ഇപ്പോഴും പ്ലേ ഓഫ് റേസിൽ ആശങ്കപ്പെടേണ്ട ഒരു പൊസിഷൻ ഇല്ല. ഇനി ഒരു 7 മത്സരത്തിൽ 4 എണ്ണം ജയിച്ചു, അടുത്തൊരു 7 എണ്ണത്തിൽ 4 എണ്ണം ജയിച്ചു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും പ്ലേ ഓഫിൽ കിടക്കാൻ ഹൈ ചാൻസസ് ആണുള്ളത്. പ്രത്യേകിച്ച് ഈ ഒരു സീസൺ എന്ന് പറയുന്നത് കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആണ് ബാക്കിയുള്ള ടീംസിൻ്റെയും എല്ലാം വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ അവർക്ക് കടക്കാൻ കഴിയും. എന്നാലും ഹോമിൽ ജയിക്കണം. ഇനി 3 മത്സരങ്ങളുടെ എവേ മത്സരങ്ങളുള്ളൂ. ഇനി അത് 3 എണ്ണം ജയിച്ചാലും നമ്മൾ ഹോമിൽ ജയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കണ്ടീഷൻസ് ഒന്ന് അവർക്ക് ടോസ് കിട്ടണം. ഇനി അഥവാ ടോസിന്റെ കാര്യം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അത് ടോസ് കിട്ടും അല്ലെങ്കിൽ ഇനിയുള്ള 4 മത്സരങ്ങളിൽ ടോസ് കിട്ടും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അവർ കണ്ടീഷൻസിനെ റെസ്പെക്ട് ചെയ്ത് ബോളേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ ഇവർക്ക്. അപ്പോൾ കഴിഞ്ഞ സീസണുകളിലെ പോലെ അല്ല. അപ്പോൾ ഒരു നല്ല സ്കോർ, അത്യാവശ്യം ഒരു ഡീസൻറ്റ് പാസ് സ്കോർ എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ ബോളേഴ്സിനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ഇന്നലെയും തെളിയിച്ചതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോളേഴ്സിനെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ആദ്യം ഫിൽസോൾട്ട് എന്തായാലും ആ ഒരു രീതിയിൽ തന്നെ കളിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ 1-2 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ കണ്ടീഷൻസ് കുറച്ച് ടഫാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബോളേഴ്സിനെ കൂടി ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഡിഫൻഡബിൾ ടോട്ടലിലേക്ക്, അല്ലാതെ ഒരു 230-240 റൺസിലേക്കല്ല, ആ ഒരു പിച്ചിൻ്റെ ഒരു ഡിഫിക്കൽറ്റിക്ക് അനുസരിച്ച് ഒരു പാർ സ്കോറിലേക്ക് എത്തുക എന്നുള്ളതായിരിക്കും ഇവരെ സംബന്ധിച്ച് ഒരു നല്ല അപ്രോച്ച്. അത് കഴിഞ്ഞ് ബിൽഡ് ചെയ്യാം. ഇപ്പോൾ ഓൾഡ് സ്കൂൾ ടെംപ്ലേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു 10, 13, 14 ഓവറുകളിൽ കുറച്ച് സ്ലോ ആയിട്ട് കുറഞ്ഞ റൺ റേറ്റ് എന്ന് പറഞ്ഞാൽ 4-5 ഒന്നുമല്ല, ഒരു 8 റൺ റേറ്റിലൊക്കെ പോയിട്ട് അവസാനം 6 ഓവർ മാക്സിമൈസ് ചെയ്യാം. ഇപ്പോൾ RCB DC മത്സരത്തിൽ രാഹുൽ ഫോളോ ചെയ്തൊരു സ്ട്രാറ്റജി തന്നെയാണത്. ആദ്യം കുറച്ച് ടൈം എടുത്ത് പ്രഷറൊക്കെ അബ്സോർബ് ചെയ്തിട്ട് അവസാനം എക്സ്പ്ലോഡ് ചെയ്തു. അപ്പോൾ ആ ഒരു രീതി ചൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ പിച്ചിൽ നല്ലതായിരിക്കും. ഒരു ട്രൂ വിക്കറ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, നമുക്ക് ആദ്യം തൊട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കാം. അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം. പഞ്ചാബിനെ സംബന്ധിച്ച് ഇപ്പോൾ 5 ജയങ്ങളായി വളരെ മികച്ച കോൺഫിഡൻസോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇനിയുള്ള മത്സരങ്ങളിൽ ഒരു 3 മത്സരം ജയിച്ചാൽ തന്നെ അവർക്ക് പ്ലേ ഓഫിലേക്ക് കടക്കാൻ ഏറെക്കുറെ കഴിയും. എന്താണ് ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.